ഹായ്, നമ്മളന്ന് നട്ടില്ലേ ആ മധുരക്കിഴങ്ങ്, അത് കുറച്ച് ചാരമൊക്കെ ഇട്ട് നല്ല ഉഷയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് വീണ്ടും ഉണ്ടായിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവാണ്. നമ്മൾ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് കൃഷി അങ്ങനെയാണ് കാണുന്നത്. നല്ല മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മൾ പയറിൽ നിന്ന് അങ്ങ് തുടങ്ങി മഴ തൂളിക്കൊണ്ടുണ്ട് ഇപ്പോഴും. പെട്ടെന്ന് തന്നെ പയറും പറിച്ചെടുത്ത് അത്യാവശ്യം ഒന്ന് ചുറ്റിയടിക്കണം. കാരണം എല്ലാ ദിവസവും ഒന്ന് കറങ്ങി അടിച്ച് നോക്കിയില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു സമാധാനമില്ല. ഇത് ഇന്നും ഒരു ചിക്കു വീണിട്ടുണ്ട്, എന്താ പറ്റിയെന്നറിയില്ല. അവളതിനെ ഇപ്പോൾ വലിയ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അതിനെന്താ കുറ്റം, എന്താ കുറവ് എന്നൊക്കെ, അതിനെന്തോ പറ്റിയത്, അതെന്തുകൊണ്ടാണ് വീണതെന്നൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിന് മുന്നേ 2 ചിക്കു കൂടി നമുക്ക് ഇതേപോലെ വീണിട്ടാണ് കിട്ടിയത്. അതിൻ്റെ സ്മെല്ല് എനിക്കിഷ്ടമല്ല. ആ വൃത്തിയുടെ സ്മെല്ലല്ലേ, ആ വൃത്തിയുടെ സ്മെല്ലല്ലേ, മറ്റേ കുമ്പളങ്ങയുടെയോ ചെറുകിട സ്മെല്ല്. ആ നീ ഇതിവിടെ ഒരു ആർച്ച് ആക്കിയല്ലേ. ഇതിങ്ങനെ മേലോട്ട് അത് അറിഞ്ഞെത്തൂല, പിന്നെ അത് അങ്ങോട്ട് പോകും. അപ്പോഴത്തേനും ഭംഗിയും ഉണ്ടാവില്ല. ഇതാണ് കഴിഞ്ഞ ദിവസം എൻ്റെ മക്കൾ വെളുപ്പിച്ച പച്ചമുളക് തൈ. ഞാൻ വിചാരിച്ചു ഇത് പറഞ്ഞു പോകുന്നു, ഭാഗ്യത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ആയുസിൻ്റെ ബലത്തിലിത് നിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രൂൺ ചെയ്ത് വിട്ട വഴുതനയില്ലേ, ഇത് കഴിഞ്ഞ തവണത്തെ വഴുതനതാ നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടത് കണ്ടോ. അത് വീണ്ടും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കായ്കളും പിന്നെ പുതിയ പൂക്കളൊക്കെ തരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വഴുതനുണ്ടായ തൈ ഇതാണെന്ന് തോന്നുന്നു. 100 എന്തായാലും എനിക്ക് കിട്ടി കേട്ടോ. ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും അതിശയോക്തിന്ന്. അല്ല കേട്ടോ, എന്നെ അറിയുന്നവർക്കറിയാം, കാരണം ഇവിടെ വന്ന് കണ്ടവർക്കറിയാതെ. ഈ ടൈപ്പ് വഴുതനയിൽ ഒരുപാട് കായ്കളുണ്ടാവും. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയായിരുന്നു കഴിഞ്ഞ വർഷം. നമ്മളിവിടെ വീടിൻ്റെ ബാക്ക് വശത്ത് നട്ടില്ലേ പയർ, അതും അങ്ങനെ തന്നെ ഇതാ ചെറുതായി പൂവിട്ട് കായ് തന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കായ് തന്ന് തുടങ്ങിയില്ല, കായ് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കനത്ത മഴ കാരണം ഇങ്ങനെ ചില സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇത് നോക്കി വലിയ പയറായി നമുക്ക് കറി വയ്ക്കാനുള്ളതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നല്ല മഴയ്ക്ക് ഇത് കൊഴിഞ്ഞുപോയി. ഇതിൻ്റെ ഇല കാണാൻ, ഇത് പൂവ് കാണാൻ നല്ല ഭംഗിയല്ലേ. ഈ പയറിനൊരു പ്രത്യേകത ഉണ്ട്, ഇല എനിക്ക് തോന്നുന്നു താരതമ്യേന കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പയറിൻ്റെ ഇല കറി വയ്ക്കാൻ എടുക്കാറുള്ളത് ഈ ചെടിയിൽ നിന്നാണ് കേട്ടോ. ഈ ടൈപ്പ്, അതായത് നീളം കുറവുള്ള പയറാണിത്. നല്ല എല്ലാ പയറിനേക്കാളും ടേസ്റ്റും കൂടുതൽ, നീളം കുറവുമാണ്, പക്ഷേ ഇല കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇല ഫസ്റ്റ് തന്നെ കുറേ തവണ കറി വെച്ചു. ഇത് ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ, അതായത് പ്രത്യേകിച്ച് പൂക്കളുടെ ആണെങ്കിൽ അത് ഞാൻ കളയൂല കേട്ടോ. പുറത്ത് ബാക്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തി കൊടുക്കുവേ. അങ്ങനെ കുത്തി കൊടുത്തതാണ് ഇത്. അതിനകത്ത് പൂവുണ്ടായിട്ട് പൂ കൊഴിഞ്ഞുപോയി. ഞാൻ കണ്ടില്ലായിരുന്നു പൂവുണ്ടായത്. അപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് കണ്ടത്. എല്ലാവരോടും ഞാൻ ഇതന്നെയാണ് പറയാറുള്ളത്, നിങ്ങൾ പ്രൂൺ ചെയ്ത് കളയരുത്. സ്ഥലം ഇല്ലെങ്കിൽ കൂടി എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തി കൊടുക്കുക, അത് അവിടെ കിടന്ന് ഉണ്ടായിക്കോളും. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വേണ്ടി വന്നാൽ അതെടുക്കാമല്ലോ. അങ്ങനെയാണ് ഞാനിതാ ഈ വഴുതന അന്ന് പ്രൂൺ ചെയ്തപ്പോൾ എനിക്ക് സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ട് ഇതിനകത്ത് കൊണ്ടുവച്ചു. അതേപോലെ ഇതൊക്കെ കാരണം വെച്ചാൽ പുതിയ ചട്ടികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധനം ഉണ്ടാവും. ഇവിടെ കാണുന്ന ഈ റോസയൊക്കെ ഞാനിങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കളയുന്നതിന് പകരം അങ്ങ് ബാക്കിൽ വെറുതെ ഇങ്ങനെ തരിശായി കിടക്കുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവച്ചതാണ്. ഇത് നമ്മുടെ ഭാഗമല്ല എങ്കിൽ പോലും ഞാനത് അങ്ങനെ കൊണ്ടുവച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യക്കാരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ എപ്പോഴും സാധനം കയ്യിലുണ്ടാവുകയും ചെയ്യും, നമ്മുടെ നിന്ന് നഷ്ടപ്പെടുകയോ ഇല്ല. റോസ മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ തവണ ഞാൻ ഇതിനകത്ത് കാണോ ഇല്ലെന്ന് പറയാം, അവിടെ ഭയങ്കര കാടായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ തവണ എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനൊരു മുളക് തൈ അവിടെ കൊണ്ടുവച്ചായിരുന്നേ. ഇല്ല, ഇപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതിനകത്ത്
ആ അതെവിടെ കാണുന്നോന്നറിയില്ല. അതാ വെളുത്ത മുളകുകളായി കിടക്കുന്ന കണ്ട ആ പറമ്പിനകത്ത്. ഇത് ഞാൻ ഇത് നടുമ്പോൾ ഇവിടെ കാടൊന്നുമില്ലായിരുന്നു. ഇപ്പം മഴ പെയ്ത് കാട് വന്നതാ കേട്ടോ. അപ്പോൾ നമുക്ക് സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അത് കളയരുത്. എവിടെയെങ്കിലും കൊണ്ട് നട്ടോ അവിടെ ഉണ്ടായിക്കോളും. പിന്നീട് നമുക്ക് ഇപ്പം എനിക്ക് മുളക് വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ പോയി പറിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എന്ന് വെച്ച് നമ്മൾ വലിയ തെങ്ങും പിന്നെ വലിയ മരങ്ങളും ഒന്നും കൊണ്ട് നട്ടുകൂടാ കേട്ടോ. കാരണം അത് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ എന്നുവെച്ചാൽ അതിൻ്റെ നമ്മുടെ സ്ഥലത്തല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത്. എന്തോ ഒരു ജീവി ജീവി ഇതാ ഇവനാണ് വില്ലൻ. കണ്ട എൻ്റെ പൂവും കായൊക്കെ തിന്നണവൻ. ഇവനെ ശരിയാക്കാതെ പറ്റൂല. ഇതെന്തൊന്ന് ജീവിയാണ്. അയ്യോ ഇതിൻ്റെ തല എവിടെയാ? കണ്ണും കാതൊന്നും ഇല്ലേ? ഇവനെന്താ ചെയ്യൽ? ഇതുപോലെ കുറേ എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. ഇവനെ കണ്ടോ? തട്ടിയിടാൻ നോക്കിയിട്ട് പോലും അവൻ താഴെ വീഴുന്നില്ല. അത്ര പശോട്ടിച്ച് വെച്ചേക്ക. അയ്യോ ഇതെന്ത് ജീവിയാ? അതാ അവൻ്റെ തൊപ്പി മാത്രം ബാക്കിയായി ഇവിടെ. കണ്ടോ? എന്താ അവൻ്റെ തൊപ്പിയാണിത്. അവൻ വീണുപോയി. നമ്മുടെ കപ്പച്ചേട്ടൻ എന്തോ പ്രശ്നമുണ്ട്. ഇങ്ങനെ വരുന്ന എന്തുകൊണ്ടപ്പാ? ഇനിയിപ്പോൾ യൂട്യൂബ് അമ്മയോട് ചോദിക്കണം ഇതിനെന്താ പ്രശ്നമെന്ന്. അല്ലെങ്കിൽ ഗൂഗിൾ അമ്മച്ചി. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് സൊല്യൂഷൻ പറഞ്ഞു തരും. എന്തായാലും ഇന്ന് ഒരു കപ്പ പറിക്കാനുണ്ട്. നോക്കണം എങ്ങനെയായതാന്നൊക്കെ. കപ്പയും മീനും ഉണ്ടാക്കാമെന്ന് മക്കൾ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ ചെങ്കതിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കൊല വന്നു. കൊല അങ്ങ് പുറത്തൊന്നും വന്നില്ല. പക്ഷെ ഇങ്ങനെ കൂമ്പ് ഇങ്ങനെ മേളിലോട്ട് കണ്ടു. അത് തന്നെ വലിയ സന്തോഷം. ഡെയിലി വന്ന് നോക്കലാണ് പണി. പിന്നെ നമ്മുടെ മുരിങ്ങച്ചേട്ടൻ ഇതേ നന്നായി വന്നിട്ടുണ്ട്. നന്നായി ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അന്ന് വെട്ടിക്കൊടുത്തില്ലേ, അതിന് ശേഷമാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ദേ അന്തരീക്ഷം കണ്ടെങ്കിലേ സന്ധ്യ മയങ്ങിയ പോലെയുണ്ട്. പക്ഷെ അല്ല കേട്ടോ, നല്ലൊരു വലിയ മഴയ്ക്കുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ പ്രകൃതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇവിടെ രാവിലെ 8 മണിയൊക്കെ ആയതാണ്. 8 മണിയൊക്കെ എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം വെയിൽ വരുന്ന സമയമല്ലേ. പക്ഷേ ഇത് നല്ല മഴയ്ക്കുള്ളൊരു ഇതാണ്. ഇപ്പോൾ തന്നെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടുണ്ട്, തോർന്നുകൊണ്ടുണ്ട്. ഇതേ കണ്ടോ, എൻ്റെ പയറുകൂട്ടന്മാരെല്ലാം നല്ല മഴയായത് കാരണം വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുക. ഞാനേ കുറച്ച് കപ്പയും കുറച്ച് ചേമ്പൊക്കെ പച്ചില മാത്രം ഇട്ട് ഇത് വളർത്തി വെക്കാമെന്ന് വിചാരിച്ചു. അതായത് മണ്ണ് ചേർക്കാതെ ഇല മാത്രം ഇട്ട് മൂടിക്കൊടുക്കുക. ഇലയും കരി പിന്നെ ചാരവും മാത്രം മൂടിക്കൊടുത്ത് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആദ്യം നട്ടപ്പോൾ കുറച്ച് മണ്ണ് ഇട്ടിരുന്നു കേട്ടോ ഇതിന്. പിന്നീട് ഫുള്ള് ഇലകളും ഇത് ചാരവും മാത്രം ഇട്ട് കൊടുത്തത്. നോക്കാം എങ്ങനെ ഉണ്ടായി വരുമെന്ന്. ഇതുകൊണ്ടോ ഇവളൊരുപാടുണ്ടാവും കേട്ടോ. പക്ഷെ ഒരു മണം മരമുല്ലാന്ന് അതിന് പറയാം. കണ്ടോ ഒത്തിരി ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഒരിച്ചിരി പോലും മണം ഉണ്ടാവില്ല. ഇത്തിരി മണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആവാ നല്ല ഡിമാൻഡ് ഉണ്ടായേനെ. അതുകൊണ്ട് ഞാൻ ഇവളെ ഒരു സൈഡിലാണ് വെച്ചേക്കുന്നത്. അടുത്ത മഴയ്ക്ക് എൻ്റെ സുന്ദരികളെല്ലാം കൂടെ ഇതാ ഇങ്ങനെ അലിഞ്ഞു പോയ പോലെയുണ്ട്. കുതിർന്ന് നനഞ്ഞ് പൂക്കളല്ലെങ്കിലും നനഞ്ഞ് കിടക്കുമ്പോൾ, നനഞ്ഞ് കുതിർന്ന് മയങ്ങി കിടക്കുമ്പോൾ അതൊരു ഭംഗി വേറെ തന്നെയാണല്ലേ. മഴയുടെ ആലസ്യം. എനിക്ക് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് ഒരുപാട് ദിവസം നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടമേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? മഴയായത് കാരണം കണ്ടോ വെയിറ്റ് താങ്ങാൻ പറ്റാത്ത ഇവന്താ നിറച്ച് വെള്ളമാണ് അങ്ങനെ വീണെടുക്കുക. കണ്ടോ എന്ത് ഭംഗിയാന്നല്ലേ, അടിപൊളി. ഇങ്ങനെ നനഞ്ഞ് കുതിർന്ന്. പക്ഷേ ഇവർ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒത്തിരി നാൾ ഇരിക്കില്ല, 2-3 ദിവസമൊക്കെ ഇരിക്കുള്ളൂ. മഴയായത് കാരണം തീരെ ഇരിക്കില്ല. പിന്നെ ഇവനൊരു പ്രത്യേകതയുണ്ട്, വിരിയാൻ കാത്തിരിക്കുക കൊഴിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തൊട്ട അപ്പോഴത്തേനും ഇത് ഇന്നെന്തോ പറ്റി ഇതാ വിരിയലും കൊഴിയലും പെട്ടെന്ന് കഴിയുന്നൊരു സാധനമാണ് ഇത്. തീരെ ഇരിക്കത്തില്ലെന്നേ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇവനെയാട്ടാ. ഇതിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. ഇവക്ക്
2 കളർ വരും. ആദ്യത്തെ ദിവസം ഒരു കളറും രണ്ടാമത്തെ ദിവസം വേറൊരു കളറും ആയിരിക്കും. മഴയായത് കാരണം ഇതേ ഒരേ ദിവസത്തിൽ തന്നെ ഇങ്ങനെ ആവുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ മുളക് തൈകളെല്ലാം പഴയതാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം ഈ ചട്ടി മുളക് തൈയൊക്കെ. പക്ഷേ എന്നാലും നിറച്ചുണ്ടായത് കാരണമാണ് ഞാനിത് കളയാത്തത്. കുറച്ചുകൂടെ വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആവുമായിരിക്കും. പക്ഷെ ഞാനിതൊന്ന് പറിച്ച് കളയാൻ മനസ്സും വന്നില്ല, ഒരുപാട് കായ്ക്കുന്ന കാരണം. എങ്കിലും ഇനി ഇതിപ്പോൾ മാറ്റി പുതിയത് നടണം. ഇത് കണ്ടോ, കഴിഞ്ഞൊരു ദിവസം ഇവിടെ ഒരു വണ്ടി കയറിയതാണ്. എൻ്റെ ചെടികളും എല്ലാം ചതച്ചരച്ചു ചമ്മന്തിയാക്കിപ്പോയി. എൻ്റെ പ്രാണം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു വെണ്ടത്തൈ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ചട്ടിയും പൊട്ടിയായിരുന്നു. പിന്നെ ഞാൻ അതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. എന്നാലും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടി നട്ടില്ലേ, അതാണിത്. അതിൽ നിന്ന് തന്നെ പൂവിട്ടേക്കുന്നു. ഇനിയിപ്പോൾ ഇതിനെ ബാക്ക് സൈഡിൽ ഫ്രണ്ടിൽ അതേപോലെ തന്നെ ഒരു ആർച്ചായിട്ട് സെറ്റ് ചെയ്യണം. ഇതേ അന്ന് അനിയത്തി കൊണ്ടുവന്നില്ലേ ബട്ടൺ ക്രിസാന്തോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണെന്ന് തോന്നുന്നു, അറിയില്ല, എനിക്ക് മനസ്സിലായില്ല ഇത് ഇതിൻ്റെയൊക്കെ തൈകളാണ്. അതാണെന്ന് വിചാരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ആരുടെയെന്നെങ്കിലും ഒരു ഫോട്ടോ അയച്ചു തരാൻ പറയണം ഇതിൻ്റെ ഇലയുടെ. അപ്പോൾ പിന്നെ നമുക്ക് അറിയാമല്ലോ. ഇതേ അമ്മ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നിരീക്ഷണത്തിന്. ഞങ്ങളുടെ വീട്ടിൽ എനിക്കും അമ്മക്കും ഡെയിലി ഒരു 10 മിനിറ്റ് ഇതിനെ നിരീക്ഷിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അമ്മ പയറിൻ്റെ അടുത്ത് നിന്നാണ് തുടങ്ങിയേക്കുന്നത്. ഞങ്ങളുടെ നിരീക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്തു കേട്ടോ. നല്ല അസൽ മഴയായിരുന്നു. അമ്പൂട്ടന് ഈ മഴ നോക്കിയിരിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടി.